വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. കഴിഞ്ഞ 3 വീഡിയോസായിട്ട് നമ്മൾ ട്രാവൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ബോംബെ വ്ളോഗിൽ പറഞ്ഞ പോലെ കുറേ പേര് ട്രിപ്പിന് ഞാൻ ആദ്യം ഫസ്റ്റ് ക്രൂയിസ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഷിപ്പ് ക്രൂയിസ് ഇട്ടപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, 2 പേർക്കുള്ള എക്സ്പെൻസ് എത്ര മുല്ലുണ്ടെങ്കിൽ നോക്കുന്നതുകൊണ്ട് വരെ ചിരിച്ചാൽ ട്രിപ്പിനുള്ള എക്സ്പെൻസ് എത്രയായി, ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ്സ് ആദ്യത്തെ ഫസ്റ്റ് ഷിപ്പ് വീഡിയോയിൽ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും എനിക്ക് അതിൻ്റെ ഇടയിൽ ഏതായാലും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ബോംബെ വ്ളോഗും ലക്ഷദ്വീപ് വ്ളോഗും കഴിഞ്ഞിട്ട് ഏതായാലും ഞാൻ ആ ട്രാവൽ വീഡിയോ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അത് മുരളിയേട്ടനെ കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യിക്കാം. കാരണം എനിക്കതിൻ്റെ ട്രാവൽ എക്സ്പെൻസ് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, കാരണം ബുക്ക് ചെയ്ത മുരളിയേട്ടനാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കുറേ പേരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാനത് പറയാമെന്ന് വിചാരിച്ചത്, പോകുന്നവർക്ക് ഹെൽപ്ഫുള്ളാകും. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എനിക്കൊരു അമ്മയും മോളും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ, അമ്മയും ഇത് ലേഡീസൊക്കെ ഒറ്റയ്ക്ക് പോകാം കേട്ടോ, അതൊന്നും പേടിക്കേണ്ട, സേഫായിട്ട് പോയിട്ട് വരാം ലേഡീസിനൊക്കെ. അപ്പം ഡീറ്റെയിൽസ് വിൽ ബി ഷെയർഡ് ഹിയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി കണ്ടിട്ട്. കുറേ നാളായി ഞാൻ സംസാരിച്ചിട്ട്, കണ്ടിട്ടെന്ന് ഞാൻ പറയണില്ല, കുറേ നാളായി ഞാൻ സംസാരിച്ചിട്ട്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കോഡീലിയ ക്രൂസസിൻ്റെ ഡീറ്റെയിൽ, അതായത് എങ്ങനെ ബുക്ക് ചെയ്യാം, എങ്ങനെ പോകാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പ്ലേ സ്റ്റോറിലായാലും ആപ്പ് സ്റ്റോറിലായാലും കോഡീലിയ ക്രൂയിസസ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇത് കംപ്ലീറ്റ് സംഭവങ്ങൾ നമുക്ക് കിട്ടും. അതായത് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞങ്ങൾ എടുത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഷിപ്പിൽ 3rd, 4th, 7th, 8th, 9th ഈ ഇത്രയും ഡെക്കുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുക. 5th നമ്മുടെ ബുക്കിംഗ്, അവരുടെ എന്താ പറയുക, റിസപ്ഷനും കാര്യങ്ങളും റെസ്റ്റോറൻറ്റും ഒക്കെയാണ്. 6th നമുക്കൊരു ഓപ്പൺ ഡെക്കാണ്, അതിൻ്റെ ഷോപ്സും ഓപ്പൺ ഡെക്കും ഒക്കെ 6th. അപ്പം നമ്മൾ മേളിലോട്ട് പോകുന്ന അനുസരിച്ചിട്ടാണ് റേറ്റിന് വ്യത്യാസം വരിക. അതായത് 9th ഡെക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ റേറ്റ് വരിക. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഈ സൂട്ട് റൂമും ഇങ്ങനത്തെ ബാൽക്കണിയുള്ള റൂമൊക്കെയാണെന്ന് തോന്നുന്നു. അത് ഒട്ടുമുക്കാൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാറില്ല, അതിന് ഭയങ്കര റേറ്റാണ്. നമുക്ക് 8th പിന്നെ റേറ്റ് കൂടുതൽ, പിന്നെ 7th, 4th, 3rd എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് ഏറ്റവും ലോവർ ഡെക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കൂടുതൽ കുലുക്കം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് 8th ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ എടുത്തിരുന്നത്. 8th ഫ്ലോറിൽ ഒട്ടും കുലുക്കം തോന്നിയിരുന്നില്ല, എക്സെപ്റ്റ് ടോയ്ലറ്റിൻ്റെ അകത്ത് മാത്രം. അത് ഞങ്ങളെടുത്തിരുന്ന ഓഷ്യൻ വ്യൂ പ്രീമിയർ റൂം എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്താ പറയുക, ഫുഡും എല്ലാം ഫ്രീ ആണ് ഇതിൻ്റെ അകത്ത്. ഫുഡ് എല്ലാ ഓൾ 3 times പ്ലസ് ചായ ഉണ്ടല്ലേ, മിഡ് നൈറ്റ് സ്നാക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ ആക്ടിവിറ്റീസ് ആണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ആക്ടിവിറ്റീസ് ആണ്. ഞങ്ങൾ എടുത്തിരുന്ന കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ. ലക്ഷദ്വീപിൽ ഒരു ദിവസം അവർ ഔട്ടർ സീയിൽ നിർത്തിയിട്ട് നമ്മളെ ബോട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ലോക്കൽ പരിപാടികളൊക്കെ നമ്മളുടെ ഓൺ എക്സ്പെൻസിലാണ് കേട്ടോ, അത് അവരുടെ എക്സ്പെൻസിലല്ല. അവിടുത്തെ നമ്മൾ എൻട്രി ഒരു 1800 രൂപയും, പിന്നെ അല്ലാത്ത അവിടുത്തെ ലോക്കൽ നമുക്ക് കറങ്ങാനുള്ളതും കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെ സീയിൽ തന്നെയുള്ള ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ, സീ ആക്ടിവിറ്റി എന്നല്ല അതിന് പറയുന്നത്, വാട്ടർ ആക്ടിവിറ്റിക്ക് നമ്മൾ വേറെ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഞങ്ങള് ജസ്റ്റ് പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ ഷിപ്പിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പൽസറി ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സിസ്റ്റം പോവുക. നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം കയറുവാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ലക്ഷദ്വീപ് എത്തും. ഫുൾ ഡേ അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ലക്ഷദ്വീപ് കറങ്ങിയിട്ട് അന്ന് വൈകുന്നേരം വീണ്ടും നാളെ വൈകിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി, നാളെ രാത്രിയും, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഫുൾ ഡേയും സീ തന്നെയാണ്. പിറ്റേ ദിവസം അതായത് 3rd ഡേ രാവിലെ നമ്മൾ മുംബൈയിൽ ഇറക്കി അവർ വിടുന്നതാണ്. മുംബൈയിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റോ ട്രെയിനോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നോണം, നമ്മുടെ ഓൺ ട്രാവൽ എക്സ്പെൻസ്. ഇതിൻ്റെ അകത്ത് ചിലവർ ചെയ്യുന്നത് തിരിച്ച് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് മുംബൈയിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഈ ഷിപ്പ് ശരിക്കും വരുന്നത്, ഇതിൻ്റെ റൂട്ട് വരുന്ന മുംബൈയിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിൽ വന്നിട്ട് പിന്നെ കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ തിരിച്ചു പോവുക ചെയ്യുന്നത്. ചിലവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് മുംബൈ വരെ ഫ്ലൈറ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിപ്പിൽ, അതായത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കയറിയാൽ മറ്റന്നാൾ രാവിലെ ഷിപ്പ്
കൊച്ചിയിലെത്തും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 2 nights വരത്തുള്ളൂ. ഞങ്ങളെടുത്ത് മറ്റേ 3 nights. അതാ പക്ഷെ ലക്ഷദ്വീപ് അങ്ങനത്തെ ഒന്നുമില്ല, ഷിപ്പ് മാത്രം. ലക്ഷദ്വീപില്ല. അപ്പം ഇതിൻ്റെ അകത്ത് അല്ല, ഈ ഷിപ്പ് എടുക്കുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫുഡ് ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടെയാണ്. നമ്മൾ പിന്നെ അതിനകത്ത് വേറെ എക്സ്ട്രാ കാസിനോ ഒക്കെ പോണെങ്കിൽ വേറെ പേ ചെയ്യണം. കാസിനോയ്ക്ക് വേറെ പേയ്മെന്റ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഇതിന് പേ ചെയ്യണം. അല്ലാതെ നോർമൽ ആക്ടിവിറ്റീസ് ഫുഡ് എല്ലാം ഫ്രീ ആണ്. പിന്നെ ഒരു തിയേറ്ററിന്റെ അകത്ത് കുറെ ഡാൻസ് പെർഫോമൻസുകളുണ്ട്. പിന്നെ അവരുടെ അപ്പർ ഡെക്ക്, ഒരു 10th ഫ്ലോറിലെ ഡെക്കിൽ ഓപ്പൺ ഡെക്ക്, പൂളൊക്കെ ഉള്ള ഡെക്കിൽ ഓപ്പൺ ഡെക്കിന്റെ അകത്ത് DJ പ്രോഗ്രാം, അങ്ങനെ പല പല പരിപാടികളുടെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല, വ്ലോഗിലുണ്ട്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പേയ്മെന്റ് പറയുന്നത്. അതെ. അപ്പൊ ഇതിന്റെ ബുക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം മുരളിയുടെ പറയുമ്പോൾ ഞാൻ ആ സൈഡില് ഈ സ്ക്രീൻഷോട്ട് റെക്കോർഡ് വീഡിയോ കാണിക്കാം കേട്ടോ, ആപ്പിൽ എങ്ങനെ എടുക്കുന്നെന്ന്. ഇതിനകത്ത് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഡീലിയ ക്രൂയിസ് എന്ന് പറയുന്ന ആ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരം മൈ ട്രിപ്സ് എന്ന് പറയുന്ന ഹോം പേജിലായിരിക്കും ആദ്യം പോവുക. അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിംഗ് കാണിക്കില്ല. നമ്മൾ ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ആ ഒരു റെഫറൻസ് നമ്പറും വെച്ചിട്ട് അതിങ്ങനെ കാണിക്കും. അപ്പോൾ ഇപ്പുറത്തെ അതിൻ്റെ ആ മൈ ട്രിപ്സിൻ്റെ തൊട്ടിപ്പുറത്തെ ടാബിലൊരു ബുക്ക് ക്രൂയിസ് എന്ന് പറയുന്ന ടാബുണ്ട്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പം കുറേ സംഭവങ്ങൾ കാണാം. അതായത് മൺഡേ, 4th മാർച്ച്, 8th മാർച്ച്. അപ്പം ഞങ്ങൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്ന മന്ത്ലി വൺസേ ഉള്ളൂ ഈ കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ ആ ഒരു സെഗ്മെൻ്റ് ഉള്ളത് കേട്ടോ. 3 നൈറ്റ്സിൻ്റെ കണ്ടോ. വെനസ്ഡേ 13th മാർച്ച് കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ എന്ന് പറയുന്ന ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമുക്കിത് ആ ഐറ്റിനറിയിലോട്ട് പോകും. ഇതിൻ്റെ അകത്ത് കണ്ടോ കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടോ റൂം 1, റൂം കാറ്റഗറി ഗസ്റ്റ് 12 and above ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടോ 2 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പ്രൈസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സി പ്രൈസസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം കാറ്റഗറി കാണിക്കുന്നുണ്ടോ. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷിപ്പ് എന്താ പറയുന്നത് ഓഷ്യൻ വ്യൂ ഇല്ലാത്ത റൂമുകളാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അതിന് ഓഷ്യൻ വ്യൂ റൂംസായിട്ട് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് കാണിക്കുന്നത് കണ്ടോ. ഇതിൽ 2 പേർക്ക് 89,640. പിന്നെ മറ്റേ ഓഷ്യൻ വ്യൂവിനാണെന്നുണ്ടെങ്കിൽ 97,110. 2 പേരുടെ റേറ്റ് ആണ്. അതെ. ഞാൻ 2 പേരുടെ സെലക്ട് ചെയ്തുകൊണ്ട് 2 പേരുടെ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഓഷ്യൻ വ്യൂ റൂം സെലക്ട് ചെയ്തു. ഓഷ്യൻ വ്യൂ റൂമിൽ 97,110 എന്നുള്ള അവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ ഈ 97,110 1 റൂം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ഓഷ്യൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവരത് ക്ലാസിഫൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് 3rd 4th 7th 3 ഓഷ്യൻ വ്യൂ ഉണ്ട്. അപ്പം നമുക്ക് അപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8th 9th മാത്രമാണ് അപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് എനിക്ക് അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7th മുതൽ അപ്പർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനാണ്. മറ്റേ നോർമൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇതേ വരത്തുള്ളൂ 97,110 3rd 4th ഓഷ്യൻ വ്യൂ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്ഗ്രേഡ് ഓഷ്യൻ വ്യൂ അപ്പർ എന്ന് പറയുമ്പോൾ 7th ഫ്ലോർ, അത് കഴിഞ്ഞ് പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th 9th ആണ് വരിക. അപ്പോൾ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 97,000 പ്ലസ് ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓഷ്യൻ വ്യൂ പ്രീമിയർ ഞങ്ങളെടുത്ത റൂമിലോട്ട് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഉണ്ടാവും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോൾ ഗ്രാൻഡ് ഹോട്ടൽ കാണിക്കുന്നുണ്ടോ. അത് കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ 128,106 എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രൈസ് ഡീറ്റെയിൽ ഈ ക്യാബിൻ ഫെയർ 69,000. പിന്നെ കണ്ടോ സർവീസ് ചാർജ് ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് ടോട്ടൽ ടാക്സും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 128,106 വരിക. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കുറേ ക്യാൻസലേഷൻ പോളിസികളുണ്ട്. ക്യാൻസലേഷൻ പോളിസി എന്ന് വെച്ച് കഴിയുമ്പോൾ അവർ ഈ എത്ര ദിവസങ്ങളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. എത്രയോ ദിവസത്തിന് ഉള്ളിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ ഫെയർ റീഫണ്ട് ചെയ്യും. ബാക്കി സർവീസ് ചാർജും ഫ്യൂവൽ സർചാർജും ഒന്നും കിട്ടില്ല. ബാക്കിയുള്ള ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഒരുപാട് അടുത്തടുത്ത് എത്രയോ അവേഴ്സ് തലേദിവസം വരെ എനിക്ക് തോന്നുന്നു ഇത് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. അത് 30% 50% അങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് ഷുവറല്ല, അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഇത് കയറി വായിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്.
ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ ഈ ഓൺലൈൻ ചെയ്യുന്നതിലും നല്ലത് അവരുടെ ഒരു ഇത് കണ്ടോ, ഈ റൈറ്റിൽ ആ മേളിൽ നമ്മൾ ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട്, കോണ്ടാക്ട് സപ്പോർട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ അടിയിലത്തെ നമ്പർ കണ്ടോ, ഈ ബോംബെ ബേസ്ഡ് നമ്പറാണ്. ഇതിൻ്റെ അകത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം റെസ്പോണ്ട് ചെയ്യും. അവർ കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരും. അത് പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ച്വലി ആദ്യമേ വന്നത് ഈ നല്ലൊരു കൂടിയ റേറ്റ് തന്നെയായിരുന്നു. എത്രയോ 101 lakh സംതിങ് ആണ് വന്നത്. പക്ഷേ അത് അവരെന്തോ ഒരു ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് 2 പേർക്കും കൂടെ 79,000 സംതിങ് ആ ടോട്ടലായത് കേട്ടോ. അപ്പോൾ ആ ഡിസ്കൗണ്ട് എനിക്ക് തോന്നുന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഈ നമ്പർ വഴി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. അപ്പോൾ ആ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന മാതിരി നിങ്ങൾക്ക് ഏതൊക്കെ റൂമുണ്ട് ഈ ഡീറ്റെയിൽ എല്ലാം അവർ പറഞ്ഞു തരും. അവരിത് പറഞ്ഞു തന്നതിന് ശേഷം നമ്മൾ തന്നെയാണ്, പക്ഷേ ലാസ്റ്റായിട്ട് ഇത് റിസർവേഷൻ ചെയ്തതിന് ശേഷം റൂം സെലക്ഷനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ഗൈഡ് ചെയ്ത് തരും. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആപ്പിനകത്ത് കയറിയിട്ട് ഈ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഈ നമ്പർ വഴി ഡയൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഓഫറും കിട്ടും, അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഗൈഡ് ചെയ്ത് തരുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്ക് ബുക്കിങ്ങിനെ പറ്റി പറയാം. അപ്പോൾ മുരളിയുടെ പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആദ്യം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്പിൽ നോക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് കസ്റ്റമർ സർവീസിൽ വിളിച്ച് അവരോടൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ തന്നെ ബുക്ക് ചെയ്യുക. കാരണം റേറ്റിൽ നല്ല കുറവ് കിട്ടാനായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. മുരളിയുടെ ആദ്യം വിളിച്ച് അവരോടൊന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അപ്പം പക്ഷേ റേറ്റ് ഇതിലുള്ളതല്ലേ കിട്ടുള്ളൂ. അവരെങ്ങനെ റേറ്റ് കുറച്ച് തരുന്നത്? അതെന്തോ എനിക്കിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് വഴിയല്ല ആദ്യം കയറി നോക്കിയത്. ഞാൻ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, cordeliacruises.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഡീറ്റെയിലുകളൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ ഈ ആപ്പിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് വളരെ പ്രിസൈസായിട്ടുണ്ട്. ഞാൻ അത് ആദ്യമേ കയറി നോക്കിയില്ല. പക്ഷേ ഞാനിത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ കസ്റ്റമർ സർവീസിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ റേറ്റ് നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവർ ആ സംസാരിക്കുന്നതിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ള എനിക്ക് അതിൽ നിന്നാണ് മനസ്സിലായത്. ഓക്കെ, അപ്പം ഇപ്പം എല്ലാവർക്കും ബുക്ക് ചെയ്യേണ്ടത് ഒരുവിധം ഐഡിയ കിട്ടി, റേറ്റിനെ പറ്റിയും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഇനി ക്രൂയിസിലൊക്കെ പോവുക, പറ്റുന്നവർ പോവുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നോർമൽ റിസോർട്ടിലോ ഒരു സ്ഥലം ഒക്കെ കാണാൻ പോകുന്നതിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞാൻ പറയുന്ന ഈ 3 daysന് ഇവർ ഈ തരുന്ന റേറ്റ് വിത്ത് ഇൻക്ലൂസീവ് ഓഫ് ഫുഡ് എല്ലാ സംഭവങ്ങളും ചേർത്ത് തരുന്ന ആ പാക്കേജ് അതത്ര മോശമൊന്നുമല്ല. നമ്മൾ ചുമ്മാ ഒരു ഹോട്ടലിൽ ചെന്ന് താമസിച്ചാൽ, നല്ലൊരു ഹോട്ടലിൽ ചെന്ന് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12,000 to 15,000 ആവും ഒരാൾക്ക്, അല്ല ഒരു റൂമിന്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 3 ദിവസത്തേക്ക് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 50,000 55,000 ആവും. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒട്ടും നഷ്ടമൊന്നുമില്ല. കാരണം ഫുഡൊക്കെ നല്ല, ഈവൻ എനിക്ക് തോന്നുന്നു മിഡ് നൈറ്റ് സ്നാക്ക് വരെ ഉണ്ട് 12 മണിക്ക്. പിന്നെ ഞങ്ങൾ രാത്രി മിഡ് നൈറ്റ് സ്നാക്ക് 12 മണിക്ക്, 4 മണിക്ക് ഹൈറ്റ്. ഫുഡ് ധാരാളം. ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് മുതലാക്കാം. അതിനകത്ത് 3 അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഭയങ്കര കുലുക്കമുണ്ടോ, ഛർദ്ദിക്കാൻ വന്നു, മോഷൻ സിക്നസ്, വാട്ടർ ഇങ്ങനെ എന്താ ട്രാവൽസ്, മോഷൻ സിക്നസ് എനിക്ക് നന്നായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ടുണ്ട്. പക്ഷെ ഒട്ടും ഒരു ഫീലിംഗ് ഉണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ ഉള്ളൊരു ചോദിച്ചത് അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോന്ന് ചോദിച്ചാൽ കേറിയ ദിവസം മാത്രം അങ്ങനെ ഒരു ഫീലിംഗ് വന്നല്ലാതെ പിന്നീട് അതിനെ പറ്റി ചോദിച്ചിട്ടും ഞാൻ അറിഞ്ഞിട്ടുമില്ല ഇത് പോകുന്ന ഒരു സംഭവമാണെന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ.